രണ്ടുമാണ്. തികച്ചും വ്യക്തിപരമാണ്. KSRTCയെ അവർ വ്യക്തിപരമായി മനസ്സിൽ ഇഷ്ടപ്പെടുന്നു, എന്നെ വ്യക്തിപരമായി അവർ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് വിരോധിപ്പിക്കാനും വിദ്വേഷിപ്പിക്കാനും. എൻ്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിത ഞാൻ മുറിച്ച് തരാം, കുടിച്ചോ. അല്ലാതെ വെറുതെ നടന്ന് എൻ്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോൾ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഞാൻ 5 ദിവസം 6 ദിവസം കാലം ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് ഒരു വിലയില്ല, മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും ഉണ്ടാകാത്തത്. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ട് സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇന്നും കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ തന്നതും. എൻ്റെ കഴിവുകൾ അംഗീകരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറേ നാളായിട്ട് ചോദിച്ചു തന്നു. പക്ഷെ തന്നതിൻ്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ഒരു ആശുപത്രിയുടെ ഈ ഡയാലിസിസ് സെൻറ്റർ നമുക്ക് നൽകിയത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് സ്പോൺസർ ചെയ്തത്. 2 മെഷീൻ വന്നു. ഇനി 5 എണ്ണം കൂടി ഉടനെ വരും. അത് കൂടാതെ 3 അപ്പോൾ ഇപ്പോൾ വന്ന 2, 5, 10 ബെഡുകളിൽ ഡയാലിസിസ് ചെയ്യുന്നതായിരിക്കും. അത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലായിരിക്കും. അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് വളരെ തുച്ഛമായ പൈസ മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറുണ്ട്, ഫാർമസിയിലും ഏറ്റവും നേരിയ മാർജിൻ എടുത്തുകൊണ്ട് എല്ലാ മരുന്നുകളും കൊണ്ട് നിറച്ചിരിക്കും. അതിനുള്ള ഏർപ്പാട് ഞാൻ MD പറഞ്ഞിട്ടുണ്ട്. എല്ലാ മരുന്നുകളും ഇവിടെ ലഭിക്കത്തക്ക രീതിയിൽ, അതും ഏറ്റവും കുറഞ്ഞ തുച്ഛമായ കാരുണ്യ മെഡിക്കലിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപക്ഷെ അതിനെ ആ എമൗണ്ട് അല്ലെങ്കിൽ അതിനടുത്തുള്ളൊരു എമൗണ്ടിൽ വെളിയിൽ കിട്ടുന്നതിനേക്കാളും തുച്ഛമായ മാർജിൻ മാത്രം നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മാർജിൻ മാത്രം എടുത്തുകൊണ്ട് എല്ലാവർക്കും, അത് ജീവനക്കാർക്കും തരും, നാട്ടുകാർക്കും തരും. അതിൻ്റെ സൗജന്യം ജീവനക്കാർക്ക് ഒരു പ്രത്യേക ശതമാനം, നാട്ടുകാർക്ക് ഒരു പ്രത്യേക, ഏതായാലും മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വില കുറച്ച് മരുന്നുകൾ നിങ്ങൾക്ക് തരും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു ഡിസ്പെൻസറിയുടെയും നമ്മുടെ ഈ ഹോസ്പിറ്റൽ KSRTC മെഡിക്കൽ സെൻ്ററിൻ്റെയും ഡയാലിസിസ് യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം ദൈവനാമത്തിൽ ആർക്കും അസുഖം വരാതിരിക്കട്ടെ, ഇതിനാരും വലിയ തിരക്കുണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ പണ്ടൊരു കോവിഡ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തു. പെട്ടെന്ന് അടച്ചുപോണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇത് അടച്ചുപോണേന്ന് പ്രാർത്ഥിക്കുന്നില്ല, തുറന്നിരിക്കട്ടെ, ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ, ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ മെഡിക്കൽ സെൻ്ററിൻ്റെ ഉദ്ഘാടനം, KSRTC മെഡിക്കൽ സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും നിർവഹിച്ചായി അറിയിക്കുന്നു.